നമസ്തേ. ശ്രീമൻ നാരായണീയം ദശകം 35 സുഗ്രീവ സഖ്യം മുതൽ സമാപനം വരെ. ശ്ലോകം 1. നീതാ സുഗ്രീവ മൈത്രീം തദനു ഹനുമത ദുന്ദുബേകായമുച്ചേ ക്ഷിപ്താങ്കുഷ്ടേന ഭൂയോ ലുലുവിധയുഗപത്രിണാ സപ്തസാൽവാൻ ഹത്വാ സുഗ്രീവഗാധോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാം മനീഷേർവിരഹതരളിത തുമ്മതംഗാശ്രമാന്തേ. രാമായണം സംക്ഷിപ്തമായിട്ടാണ് ഭട്ടതിരിപ്പാട് ഈ 2 ദശകത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇവിടെ ഭഗവാൻ തൻ്റെ പത്നിയെ അന്വേഷിച്ചുകൊണ്ടിങ്ങനെ യാത്ര പോകുമ്പോഴാണ് ഹനുമാനെ കണ്ടുമുട്ടുന്നത്. ഹനുമാനുമായിട്ട് വളരെ ദീർഘമായി സംസാരിക്കുകയും തൻ്റെ വിഷമങ്ങൾ എന്താണ് എന്നുള്ളത് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ഹനുമാൻ ഭഗവാനോട് പറഞ്ഞത്, സുഗ്രീവൻ എന്ന് പറയുന്ന ബാലിയുടെ അനുജൻ തൻ്റെ സഹോദരൻ അവിടെ നാട്ടി ഓടിച്ചതുകൊണ്ട് ഇവിടെ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മന്ത്രിയാണ് ഞാൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേപോലെ തന്നെ വിഷമമാണ്, ഭാര്യാവിരഹമാണ് അനുഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പത്നിയെ ജ്യേഷ്ഠൻ കൂടെ അയക്കാതെ വീട്ടിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു ദുഃഖം സുഗ്രീവൻ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ 2 പേരുടെയും ദുഃഖത്തിനൊരു സമാനതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഒരു സഖ്യത്തിൽ ഏർപ്പെടുന്നതായിരിക്കും നന്നായിരിക്കുക എന്നുള്ള ഒരു കാര്യം ഹനുമാൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. അത് ഭഗവാൻ വളരെ ഇഷ്ടപ്പെട്ടു. അത് ആദ്യം തന്നെ രുമ എന്നാണ് സുഗ്രീവൻ്റെ പത്നിയുടെ പേര്. ആ രുമയെ, ബാലിയെ വധിച്ച് രുമയെ മോചിപ്പിച്ച് സുഗ്രീവന് നൽകുക. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങയുടെ പത്നി എവിടെയാണെന്ന് അന്വേഷിക്കാനുള്ള ലോകത്തുള്ള മുഴുവൻ വാനരന്മാരെയും ഇവിടെ വിളിച്ചു കൂട്ടി അവരെ ഓരോ ഭാഗത്തേക്ക് അയക്കാം. അങ്ങനെ ഒരു സഖ്യം ആലോചിക്കുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു അടിസ്ഥാനത്തിൽ ഹനുമാൻ്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ അതിബലവാനായ ബാലിയെ വധിക്കുവാനുള്ള കായിക ശക്തി തനിക്കുന്നുണ്ടെന്ന് കാണിക്കുവാൻ ശ്രീരാമൻ ദുന്ദുബി എന്ന അസുരൻ്റെ ശരീരത്തെ കാൽപ്പെരുവിൽ കൊണ്ട് പൊക്കിയെടുത്തെറിയുകയും ഒരു ശരം കൊണ്ട് 7 മരുതുവൃക്ഷങ്ങളെ ഒപ്പം അമ്പെയ്ത് മുറിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രബലനായ ബാലിയെ ഒളിയമ്പെയ്ത് വധിച്ചു. മഴക്കാലം മുഴുവനും ഭഗവാൻ സീതാവിരഹത്താൽ ദുഃഖിച്ച് മതംഗാശ്രമത്തിന് സമീപത്ത് താമസിച്ചു. അധ്യാത്മ രാമായണത്തിൽ വർഷകാലത്ത് ഒരു ഗുഹയിൽ ശ്രീരാമൻ ചാതുർമാസവ്രതം അനുഷ്ഠിച്ചുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിച്ചോളൂ. ശ്ലോകം 2. സുഗ്രീവേണാനുജോക്ത്യാ സഭയമഭിയദാ വ്യൂഹിതാം വാഹിനീം താ മൃക്ഷാണാം വീക്ഷ്യ ദിക്ഷു ദ്രുതമദദൈദാ മാർഗണായാവനം രാം സന്ദേശം ച അങ്കുലീയം പവനസുതകരീ പ്രാദിശോ മോദശാലീ മാർഗേ മാർഗേ മമാർഗേ കവിവിരവിതദാ തുത്പ്രിയാസപ്രയാസേ. മഴക്കാലത്ത് ഋഷിമാരും അതുപോലെ വനവാസം നടത്തുന്നവരൊക്കെ യാത്ര ചെയ്യില്ല. ഒരു 4 മാസം അവർ എവിടെയാണോ താമസിക്കുന്നത്, ആശ്രമത്തിലാണെങ്കിൽ ആശ്രമത്തിൽ, അല്ലെങ്കിൽ ഗുഹയുടെ ഉള്ളിൽ ഒക്കെയാണ് താമസിക്കുക. ആ വ്രതം ഭഗവാൻ ആരംഭിച്ചു. പക്ഷേ ചാതുർമാസ്യ വ്രതം കഴിഞ്ഞിട്ടും സീതാന്വേഷണത്തിന് തയ്യാറെടുപ്പുകളെപ്പറ്റി സുഗ്രീവനിൽ നിന്ന് കേൾക്കാത്തതിൽ ക്ഷുഭിതനായ ശ്രീരാമൻ തൻ്റെ കടുത്ത അതൃപ്തി സുഗ്രീവനെ നേരിലറിയിക്കാൻ ലക്ഷ്മണനോട് നിർദ്ദേശിച്ചു. കാരണം ഒരു ഒരുക്കങ്ങളും ചെയ്തതായിട്ട് ഭഗവാൻ വിവരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സുഗ്രീവനെ ഒന്ന് താക്കീത് നൽകണം എന്ന് ലക്ഷ്മണനോട് പറയുകയാണ്. ലക്ഷ്മണൻ സുഗ്രീവനോട് ജ്യേഷ്ഠൻ്റെ അതൃപ്തി വ്യക്തമായി അറിയിച്ചു. ഭഗവാന്റെ കോപത്തെ ഭയന്ന് ലോകത്തിലെ നാനാഭാഗത്തു നിന്നും വിളിച്ചു വരുത്തിയ വാനരസേനയുമായി ശ്രീരാമൻ്റെ സമീപത്ത് ചെന്ന് സുഗ്രീവൻ കാൽക്കൽ നമസ്കരിച്ചു. സുഗ്രീവൻ്റെ തയ്യാറെടുപ്പിൽ സന്തോഷിച്ച ശ്രീരാമൻ ഹനുമാന്റെ കയ്യിൽ സീത തൻ്റെ കൈവിരൽ അണിയിച്ച് മോതിരവും സന്ദേശവും കൈമാറി.
വാനരന്മാരെല്ലാവരും ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും സീതാദേവിയെ അന്വേഷിക്കുവാനായി പുറപ്പെട്ടു. ലോകത്തുള്ള മുഴുവൻ വാനരന്മാരെയും അവിടെ വിളിച്ചു വരുത്തിയെന്ന അവരുടെ സുഗ്രീവൻ. അപ്പോൾ നമ്മുടെ ഭാരതത്തിലുള്ള വാനരന്മാർ മാത്രമല്ല, വിദേശങ്ങളിലുള്ള വാനരന്മാർ അവരുടെ ശാരീരികമായ വ്യത്യാസങ്ങളൊക്കെ അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ വിശദമായി പറയുന്നുണ്ട്. ഓരോ പ്രദേശത്തും വന്ന വാനരന്മാരുടെ നിറവും അവരുടെ പൊക്കവും അവരുടെ ശരീരഭാരമൊക്കെ അതിൽ വിശദമായി വർണ്ണിച്ചിട്ടുണ്ട്. അവരെ 4 ഭാഗത്തേക്കും വിന്യസിച്ചു സീതാദേവിയെ അന്വേഷിക്കാൻ എന്നാണ് പറയുന്നത്. അടുത്തത് ശ്ലോകം 3. ത്വദ്വാർത്താ കർണനോദ്യ ഗരുദുരുജവസം പാതി സമ്പാതി വാക്യ പ്രോത്തീർണോർണബ്ധിരന്ദനകരീ ജനകജാം വീശദെ ത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണചണരണ സൂടുബന്ധോദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ച ലങ്കാം ജഡിതി സ ഹനുമാൻ മൗലിരത്നം ജതോതേ. അങ്ങനെ ഹനുമാനും അതുപോലെ മറ്റുള്ള വാനരന്മാരുമൊക്കെ അന്വേഷിച്ചുകൊണ്ടങ്ങനെ ചെന്നു. അങ്ങനെ ഒരുപാട് ദിവസം അവർ ഗുഹയിൽ കഴിഞ്ഞു. അവിടെ സ്വയംപ്രഭയുമൊക്കെ ബന്ധപ്പെട്ട ഒരു കാര്യം നടന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് എത്ര ദിവസം കഴിഞ്ഞു എന്നവർക്ക് നിശ്ചയിക്കാൻ പറ്റാതെ വന്നു. 30 ദിവസത്തിൻ്റെ ഉള്ളിൽ അന്വേഷിച്ച് മടങ്ങി വരണം എന്നാണ് സുഗ്രീവൻ്റെ കൽപ്പന. പക്ഷെ അതിൽ എത്ര ദിവസം ഇപ്പോൾ ഗുഹയിൽ താമസിച്ചു കഴിഞ്ഞു എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായി ധരിക്കാത്തതുകൊണ്ട് അംഗദന് വാലിയുടെ മകന് വളരെയധികം പ്രയാസമുണ്ടായി. അങ്ങനെ അവർ മരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. കാരണം 30 ദിവസം കഴിഞ്ഞ് അന്വേഷിച്ച് വന്ന് ഇവരും തന്നില്ലെങ്കിൽ വധിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മരിക്കാനായി കിടക്കുന്ന അവർ പരസ്പരം സംസാരിക്കുകയായിരുന്നു. ശ്രീരാമചന്ദ്രൻ്റെ ഒരു ആവശ്യം നമുക്ക് നിർവഹിക്കാൻ പറ്റിയില്ലല്ലോ, പക്ഷേ നമ്മെപ്പോലെ തന്നെയുള്ള ഒരു പക്ഷിക്ക് അത് സാധിച്ചു. ആ പക്ഷി ശ്രീരാമചന്ദ്രൻ്റെ പത്നിയെ രാവണൻ കട്ടുകൊണ്ടുപോകുന്ന സമയത്ത് പറന്നു ചെന്ന് അതിശക്തമായ രീതിയിൽ ഏറ്റുമുട്ടി രാവണനുമായിട്ട്. ഗത്യന്തരമില്ലാതെ രാവണൻ ചന്ദ്രഹാസം കൊണ്ട് ചിറക് അരിഞ്ഞു വീഴ്ത്തിയപ്പോൾ താഴെ വീണു. അങ്ങനെ അർദ്ധപ്രാണനായിട്ട് അദ്ദേഹം മരിച്ചു എന്ന ഒരു സംഭവം ഓർക്കുകയാണ് അവർ. അപ്പോൾ ജടായുടെ പുണ്യം നോക്കൂ, വലിയൊരു ഉപകാരം ഭഗവാൻ ചെയ്തു, പക്ഷെ നമുക്കത് സാധിച്ചില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴാണ് അവിടെ ഒരു പക്ഷി, വളരെ പ്രായമുള്ളൊരു പക്ഷി, വളരെ വലുപ്പമുണ്ട്, ആ പക്ഷി ഇത് കേൾക്കുന്നു. അപ്പോൾ അതിൽ ജടായു എന്ന് പറയുമ്പോൾ ആ പക്ഷിക്ക് പെട്ടെന്ന് തൻ്റെ അനുജനെ ഓർമ്മ വരികയാണ്. സമ്പാദി എന്നാണ് ആ പക്ഷിയുടെ പേര്. അപ്പോൾ ഇവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ എൻ്റെ അനുജനെ പറ്റി പറഞ്ഞത്, അവനിപ്പോൾ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴാണ് സംഭവങ്ങൾ ഒന്നുകൂടി വിശദീകരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറുപ്പത്തിൽ ഞങ്ങൾ തമ്മിൽ കളിച്ച് അവസാനം സൂര്യൻ്റെ ഉയരം വരെ പറക്കാനായിട്ട് എൻ്റെ അനുജൻ ശ്രമിച്ചപ്പോൾ കുറേ കഴിഞ്ഞ സമയത്ത് സൂര്യൻ്റെ കിരണങ്ങളുടെ ചൂട് തൻ്റെ അനുജൻ്റെ ചിറകിൽ പതിക്കുമല്ലോ എന്ന് ഭയന്ന് ഞാൻ അവൻ്റെ മുകളിൽ പറന്നു, എൻ്റെ ചിറക് വിരിച്ച് അവനെ രക്ഷിക്കാനായിട്ട്. പക്ഷേ ഈ സമയത്ത് എൻ്റെ ചിറക് കരിഞ്ഞ് ഞാൻ നിലത്ത് വീണു. ആ നിലത്ത് വീണെന്നുള്ള ഓർമ്മയുള്ളൂ. പിന്നീട് എന്നൊരു മഹർഷി ഇവിടെ ഈ മലയുടെ ചുവട്ടിലൊരു ഗുഹയിൽ താമസിപ്പിക്കുകയാണ് എന്ന് അവർ പ്രത്യേകം സമ്പാദി പറഞ്ഞു. ആ ലങ്കാ നഗരത്തിൽ ആണിപ്പോൾ ശ്രീദേവി ഉള്ളത്. നിങ്ങളവിടെ ഈ കടൽ കടന്നുപോയി ചെന്നാൽ സീതാദേവിയെ കാണാൻ പറ്റും എന്ന ഒരു വാക്കും കൊടുത്ത് സമ്പാദി പറന്നു പോവുകയാണ് ചെയ്തത്. അടുത്ത ശ്ലോകം 4. ത്വം സുഗ്രീവാംഗദാദി പ്രബലകവിചമോ ചക്രവിക്രാന്തഭൂമി ചക്രോ വിക്രമ്യ പാരേ ജലധി നിശിചരേ ഇന്ദ്രാനുജാശ്രീയമാണ തത്പ്രോക്തം ശത്രുവാർത്താം രഹസി നിശമയൻ പ്രാർത്ഥനാപാത്യരോഷ പ്രാസ്താഗ്നേയാസ്തേജസ്ത്രസദുദതിഗിര ലബ്ധവാൻ മധ്യമാർഗം. അങ്ങനെ എല്ലാ വാനരന്മാരും ശ്രീരാമചന്ദ്രൻ്റെ ആ ദൗത്യം നിർവഹിക്കാനായിട്ട് അവിടെ ആ സമുദ്രതീരത്ത് അവിടെ എത്തി എന്നാണ് പറയുന്നത്. ഭൂമണ്ഡലം നിറഞ്ഞു നിൽക്കുന്ന സുഗ്രീവൻ, അംഗദൻ തുടങ്ങിയ പ്രബലന്മാരായ വാനരസേനാ വ്യൂഹവുമായി ശ്രീരാമൻ ദക്ഷിണ സമുദ്രതീരത്തെത്തി. രാവണൻ്റെ ഭീഷണി ഭയന്ന് ശ്രീരാമൻ്റെ കാൽക്കൽ അഭയം തേടിയെത്തിയ വിഭീഷണൻ ശ്രീരാമൻ അഭയം കൊടുത്തു.
രാവണനെ പറ്റിയുള്ള വിവരങ്ങളെല്ലാം വിഭീഷണൻ നിന്ന് ലഭിച്ചതിന് ശേഷം ശ്രീരാമൻ വരുണനോട് സമുദ്രം കടക്കുന്നതിനുള്ള സഹായം അഭ്യർത്ഥിച്ചു. പക്ഷെ തൻ്റെ അഭ്യർത്ഥന മാനിക്കാതിരുന്ന വരുണനെ ശിക്ഷിക്കുവാനായി ആഗ്നേയാസ്ത്രം തൊടുത്തുവിടാൻ ശ്രീരാമൻ തയ്യാറായി. ആഗ്നേയാസ്ത്രത്തിൻ്റെ തേജസ് കണ്ട് പേടിച്ച വരുണൻ ശ്രീരാമൻ്റെ കാൽക്കൽ നമസ്കരിച്ചു, ക്ഷമയാചിച്ചു. സമുദ്രമധ്യത്തിലൂടെ ലങ്കയിലേക്ക് പോകാനുള്ള വഴി വരുണൻ നൽകുകയാണ് ചെയ്തത്. അങ്ങനെ ഭഗവാൻ സീതാദേവി അന്വേഷിക്കാനായിട്ട് വാനരസേനയോടുകൂടി കടൽ തീരത്തെത്തി എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിലുള്ള സംഭവങ്ങളൊന്നും പട്ടതിരിപ്പാടത്തിൽ വിശദീകരിച്ചിട്ടില്ല. അതൊക്കെ അധ്യാത്മരാമായണത്തിൽ വിശദമായി എഴുത്തച്ഛൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഇതെങ്ങനെ കടക്കും കടൽ എന്നതിനെപ്പറ്റി അയച്ചില്ല. അപ്പോഴാണ് വരുണദേവൻ, അതായത് ജലത്തിൻ്റെ അധിപനാണല്ലോ, ജലാധിപനാണല്ലോ വരുണൻ. ആ വരുണൻ വിചാരിച്ചാൽ എന്തെങ്കിലും സാധിക്കുമെന്ന് വിചാരിച്ച് വരുണനെ 3 ദിവസം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ഭഗവാൻ. പക്ഷേ വരുണൻ വന്നില്ല. അതിൽ കുപിതനായ ശ്രീരാമചന്ദ്രൻ വരുണനെ വധിക്കുവാനായിട്ട് ആഗ്നേയാസ്ത്രം പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. ആ ആഗ്നേയാസ്ത്രം കണ്ട് ഭയന്ന് ഓടി വന്ന് വരുണൻ ശ്രീരാമൻ്റെ കാൽക്കൽ നമസ്കരിക്കുകയും താൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഉടനെ തന്നെ എങ്ങനെയാണ് സമുദ്രം കടക്കേണ്ടത് അതിനുള്ള വഴികളും പറഞ്ഞു കൊടുത്തു. നടന്നു പോകണമെങ്കിൽ അങ്ങേക്ക് പോകാൻ സൗകര്യമൊരുക്കാം, അല്ലെങ്കിൽ ഒരു പാലം പണിത് അങ്ങേക്ക് ചെല്ലാൻ സാധിക്കും എന്ന് പറഞ്ഞ് ഭഗവാനെ വരുണൻ സമാധാനിപ്പിച്ചു എന്നാണ്. അടുത്ത് ശ്ലോകം 5. കീശീരാശാന്തരൂപാഹൃതഗിരിനികരേ സേതുമാധാപ്യയാദോ യാതുന്യാമദ്യദംശാ നഗശിഖരിശിലാ സാലശസ്ത്രേ സുസൈന്യേ വ്യാകുർവൻ സാനുജസ്തും സമരഭുവി പരം വിക്രമം ശക്രചേത്ര വേഗാന്നാകാസ്ത്രബന്ധ പദകപതി ഗരുന്മാരുതേർമോചിതോ ഭൂ. ഭഗവാൻ അവിടെ വെച്ച് തീരുമാനിക്കുകയാണ് ഭാരതത്തിൻ്റെ തെക്കേ അതിർത്തിയിൽ നിന്ന് ലങ്കയുടെ വടക്കേ അതിർത്തി വരെ ഒരു പാലം പണിയുക എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നു. ലോകത്ത് ആദ്യമായിട്ട് 2 രാജ്യങ്ങളെ സംയോജിപ്പിക്കുന്ന ഒരു പാലം എന്ന ആശയം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്. ആലോചിച്ച് നോക്കണം ഭഗവാന്റെ ശാസ്ത്രീയമായ ചിന്ത. അങ്ങനെ ഭഗവാന്റെ തീരുമാനം കേട്ടപ്പോൾ വാനരന്മാരൊക്കെ വളരെ സന്തോഷിച്ചു. അവർ അവിടെയുള്ള കുന്നുകളിൽ ചെന്ന് കരിങ്കല്ലുകളും അതുപോലെ കുന്നുകൾ തന്നെ എടുത്തുകൊണ്ടുവന്ന് ആ കടലിന് കുറുകെ നിറച്ചു എന്നാണ് പറയുന്നത്. കല്ലും കുന്നുകളും അതുപോലുള്ള മറ്റ് കാര്യങ്ങളും അവിടെ എന്താണോ ലഭ്യമായത് അതൊക്കെ വെച്ചുകൊണ്ട് ഇത്ര ഒരു നിശ്ചിത വീതിയിൽ ആ 100 യോജന വിസ്തീർണമുള്ള ആ കടൽ പാലം പണിതു എന്നാണ് പറയുന്നത്. അതിൻ്റെ നേതൃത്വം വിശ്വകർമാവ്, ദേവന്മാരുടെ ശില്പിയായ വിശ്വകർമാവിൻ്റെ മകൻ നളൻ ഇവിടെ കൂടെയുണ്ട്. ആ നളനാണ് ആ ഉത്തരവാദിത്വം ഭഗവാൻ ഏൽപ്പിച്ചു കൊടുത്തത്. അങ്ങനെ ആ ഒരു ശക്തമായ രീതിയിൽ അങ്ങോട്ട് കടക്കാനായിട്ട് സുരക്ഷിതമായ ഒരു പാലം പണിത് അങ്ങനെ അവിടെ ചെന്ന് ശ്രീരാമചന്ദ്രനും വാനരസേനയും രാവണനുമായിട്ട് ഏറ്റുമുട്ടി. അവിടെ ആദ്യത്തെ ദിവസം തന്നെ ഇന്ദ്രജിത്തിൻ്റെ നാഗാസ്ത്ര ബന്ധനത്താൽ എല്ലാവരും അവിടെ മോഹാത്സ്യപ്പെട്ടു വീണു. പക്ഷേ അവിടെ ഭഗവാന്റെ ഗരുഡൻ വന്ന് ആ വിഷത്തെ മുഴുവനും ഇല്ലാതാക്കി. ആ ഒരു അവസ്ഥയിൽ നിന്ന്, ആ വിഷമത്തിൽ നിന്ന് ഭഗവാൻ എല്ലാവരെയും രക്ഷിച്ചു എന്നാണ് പറയുന്നത്. നമസ്തേ.